എന്താ കഴിക്കുന്നതെന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ? നല്ല അടിപൊളി ഒരു വെറൈറ്റി വടയാണ്. എന്താ ഉരുളക്കിഴങ്ങും ഗോതമ്പ് പൊടിയും കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി വട. സൂപ്പറാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ തുടർന്ന് ഈ വീഡിയോ കാണുക. അപ്പോൾ ഓക്കെ, വെൽക്കം ടു AF ബ്ലോഗ്. പിന്നെ വീഡിയോ കണ്ടിട്ട് എന്തായാലും ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പ് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഇഞ്ചിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനൊക്കെയായിട്ട് വളരെ ചെറുതായിട്ട് ചതച്ചെടുത്താലും മതി. ഞാൻ മുറിക്കുകയാണ്. പിന്നെ പച്ചമുളക് എരിവിന് അനുസരിച്ച് അതും കട്ടേക്കുക. പിന്നെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം നമുക്കതിലേക്ക് കുറച്ച് ജീരകം ഇടാം. ജീരകം ഇടാൻ ശേഷം കുറച്ച് വെളുത്ത എള്ള് അതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഏകദേശം ഒന്ന് കളർ മാറുമ്പം നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി ഇതിലേക്ക് ചേർക്കാം. പിന്നെ പച്ചമുളക് അതും കൂടി ചേർത്ത് ആ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കതിന് ശേഷം ഇതിലേക്ക് ഇടുന്നത് നമ്മുടെ 2 ഉരുളക്കിഴങ്ങാണ്. അത് നന്നായിട്ട് വേവിച്ചുടച്ച് വെച്ചിരിക്കുകയാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് ശരിക്കും ഈ മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ ഇതാക്കിയാൽ മതി. പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ ഗരം മസാല, പച്ചമുളകിന് പകരം നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് വീണ്ടും അത് മിക്സ് ചെയ്യുക. എരിവിന് അനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി. പിന്നെ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ബാജിയാണോ ഉണ്ടാക്കുന്നത്? ബാജിയല്ല, അത് ശരിക്കും വീഡിയോ ഫുൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ക്രഷ്ഡ് ചില്ലി അതും കൂടി ഇടുക. അതും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഞാനിതിപ്പോൾ ഇത് ഉണ്ടാക്കിയത് നല്ല എരിവുണ്ട്. പിന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മല്ലിച്ചപ്പും കൂടി ഇട്ട് നന്നായിട്ട് ചൂടായ ശേഷം 1 കപ്പ് ആട്ടയാണ് ഇതിലേക്ക് ഇടുന്നത്. ഗോതമ്പ് പൊടി ചെറിയ തീയിലാണ്. അതും കൂടി ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യുക. ആ ഗോതമ്പിൻ്റെ ഇതൊക്കെ പച്ചമണമൊക്കെ മാറിക്കിട്ടാണ്, വെന്ത് കിട്ടാനാണ്. ചെറിയൊരു 2-3 മിനിറ്റ് അങ്ങ് ഇതാകുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് നല്ല ഇതിൽ കിട്ടും. ഇത് ആ വെള്ളമൊക്കെ ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഈ പരുവത്തിൽ നമുക്കിത് തീ ഓഫാക്കിയിട്ട് വേറൊരു പാത്രത്തിൽ ഇട്ട് ശരിക്കൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ചൂട് കുറച്ചൊന്ന് ഫുള്ളായിട്ട് ചൂട് ഇതാവേണ്ട. അതിന് ശേഷം നമ്മളിതുപോലെ ബോൾ കയ്യിലെടുത്ത് ആവശ്യത്തിനനുസരിച്ച്, അത് നമ്മുടെ വലിപ്പം എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് ചെറിയ ബോൾ ഇറക്കുക. ഇത് ബോളായിട്ടൊന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ സൈഡൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് എല്ലാം കൂടി അങ്ങനെ ചെയ്യുക. അതങ്ങനെ നമ്മുടെ ബോളൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു പാത്രത്തെ എണ്ണയൊക്കെ ചൂടാക്കി നമ്മൾ പരിപ്പോടൊക്കെ വടയൊക്കെ പൊരിക്കുന്ന പോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വട ഇതിലേക്ക് ഇടുക. നല്ല ടേസ്റ്റുള്ളൊരു വടയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. തിരിച്ചും മറിച്ചൊക്കെ ഒന്നിട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം. നല്ല ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്. ഇത് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കേടൊന്നും വരില്ല. നല്ലൊരു സ്നാക്കാണ്. ഇഫ്താർ സ്നാക്കൊക്കെ ഇട്ട് ഉപയോഗിക്കാം. വീട്ടിൽ വിരുന്ന് വന്നവർക്കും ഇത് ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യത്തിനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചാൽ മതി. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറാകുമ്പോഴേക്ക് നല്ല ക്രിസ്പിയാണ് പുറം, അകം നല്ല സോഫ്റ്റുമാണ്. നല്ലൊരു സ്നാക്കാണിത്. പിന്നെ നമുക്കൊരു പച്ചമുളക് കുറച്ച് ഇത് എടുത്തൊന്ന് ഫ്രൈ ചെയ്യുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഇതാണ്. ഇതിൻ്റെ കൂടെ പച്ചമുളക് കൂടി കടിച്ച് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ഈ വട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പേര് നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു പേര് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കും. താങ്ക് യു.